മച്ചിൽ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ 7 സൈനികർക്ക് ജീവപര്യന്തം തടവ്. ഇവരിൽ 2 പേർ ഓഫീസർമാരാണ്. കൊലപാതകവും മരിച്ചവരെ പാകിസ്ഥാൻ തീവ്രവാദികളായി മുദ്രകുത്താൻ നടത്തിയ ഗൂഢാലോചനയുമാണ് ഇവർക്കെതിരെ തെളിയിക്കപ്പെട്ടത്. 2010 ഏപ്രിലിലാണ് ബാരാമുള്ളയിൽ 3 യുവാക്കളെ തീവ്രവാദ ബന്ധം ആരോപിച്ച് സൈന്യം കൊലപ്പെടുത്തിയത്. ഈ വർഷം ജനുവരിയിലാണ് ഇവർക്കെതിരെ കോർട്ട് മാർഷൽ നടപടി ആരംഭിച്ചത്. 2010 ജമ്മു കാശ്മീരിലെ മാച്ചിൽ താഴ്വരയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെന്നാരോപിച്ച് 3 യുവാക്കളെ ഇന്ത്യൻ സൈനികർ വധിച്ചിരുന്നു. എന്നാൽ ഈ ഏറ്റുമുട്ടൽ വ്യാജമായിരുന്നുവെന്ന് പിന്നീട് സൈന്യം തന്നെ കണ്ടെത്തി. തുടർന്നാണ് 7 സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ കോർട്ട് മാർഷൽ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കരസേന ശുപാർശ ചെയ്തത്. വ്യാജ ഏറ്റുമുട്ടൽ നടത്തിയാണ് ഈ 3 യുവാക്കളെയും കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ സൈനിക കോടതിയുടെ കണ്ടെത്തൽ. ആസൂത്രിതമായ നീക്കമായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്നും കോടതി വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് മുൻ മേജർ ഉപേന്ദർ, കമാൻഡിംഗ് ഓഫീസറായിരുന്ന DK പട്നായി അടക്കമുള്ള 7 പേർക്ക് ജീവപര്യന്തം ശിക്ഷ സൈനിക കോടതി വിധിച്ചത്. ശിക്ഷിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ എല്ലാ സർവീസ് ആനുകൂല്യങ്ങളും റദ്ദാക്കാനും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. മാച്ചിലെ വ്യാജ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രക്ഷോഭത്തിനായിരുന്നു കശ്മീർ താഴ്വര സാക്ഷ്യം വഹിച്ചത്. റിപ്പോർട്ടർ, ദില്ലി.